ഇലക്ട്രിക് കാർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ബ്രാൻഡ് ടെസ്ല ആയിരിക്കും. പക്ഷേ ഇന്ന് ലോകം ഭരിക്കുന്ന ഇലക്ട്രിക് കാർ കമ്പനി ശരിക്കും ടെസ്ല അല്ല. സാക്ഷാൽ ഇലോൺ മസ്ക് പോലും ഭയക്കുന്ന, അമേരിക്കൻ മാർക്കറ്റിൽ ലോഞ്ച് പോലും ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു ചൈനീസ് ഇലക്ട്രിക് കാർ കമ്പനിയുണ്ട്. ടെക്നോളജി കൊണ്ടും എഞ്ചിനീയറിംഗ് മികവ് കൊണ്ടും വില കൊണ്ടും ടെസ്ലയ്ക്ക് വെല്ലുവിളിയായി അതിവേഗം മാർക്കറ്റ് കൈയടക്കുന്ന ആ കമ്പനിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ്. 1979 ഒരു വിന്റർ കാലം. കിഴക്കൻ ചൈനയിലെ അൻഹൂയ് എന്ന പ്രൊവിൻസ്. വാങ് എന്ന പേരുള്ള 13 വയസ്സുള്ള ഒരു ആൺകുട്ടി ആ കൊടും തണുപ്പിൽ 2 കല്ലറകൾക്ക് മുന്നിൽ നഗ്നപാതനായി നിൽക്കുന്നു. ആ കല്ലറകൾ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടേതായിരുന്നു. TV ബാധിച്ച് 2 പേരും അവനെ ഒറ്റയ്ക്കാക്കി ലോകത്തു നിന്നും വിട പറഞ്ഞു. അവനായി അവൻ്റെ പേരൻസ് കരുതി വെച്ചത് മുഴു പട്ടിണിയായിരുന്നു. സ്വന്തമായി ഒരു തരി മണ്ണില്ല, ₹1 സേവിങ്സ് ഇല്ല. ആകെ സ്വന്തമായി ഉള്ളത് ഒരു മണ്ണെണ്ണ വിളക്കും തുരുമ്പിച്ച ഒരു കഞ്ഞിപ്പാത്രവും. അവന് തുണയായി അന്ന് ഉണ്ടായത് അവൻ്റെ മൂത്ത സഹോദരനും അയാളുടെ ഭാര്യയുമായിരുന്നു. വാങ്ങിന് ചെറുപ്പം മുതലേ സയൻസ് ഇഷ്ടമായിരുന്നു. വീട്ടിലെ പഴയ റേഡിയോ ഒക്കെ അഴിച്ചുപണിയലായിരുന്നു അവൻ്റെ വിനോദം. ഓരോ വസ്തുക്കളുടെയും പ്രവർത്തന രീതികൾ കണ്ടുപിടിക്കലായിരുന്നു അവൻ്റെ ഹോബി. കഷ്ടപ്പെട്ട് പഠിച്ച് 1980 അവൻ ചാങ്ഷെ സെൻട്രൽ സൗത്ത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടി. ആ യൂണിവേഴ്സിറ്റി മെറ്റലർജിക്കൽ സയൻസിൽ പേരുകേട്ട യൂണിവേഴ്സിറ്റി ആയിരുന്നു. കെമിസ്ട്രിയിൽ നമ്മൾ പലതരം മെറ്റലുകളെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. അയൺ, ലിഥിയം, കോപ്പർ, അലുമിനിയം, ഗോൾഡ്, അങ്ങനെ പല മെറ്റലുകൾ. ഇവയുടെയൊക്കെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ബിഹേവിയർ പഠിക്കുന്ന മേഖലയാണ് മെറ്റലർജിക്കൽ സയൻസ്. അവിടെ വെച്ചാണ് അവൻ ആ ഒരു വിഷയത്തെപ്പറ്റി അറിയുന്നതും അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നതും. റീചാർജബിൾ ബാറ്ററി ടെക്നോളജി. 1995 തൻ്റെ 29ാം വയസ്സിൽ വാങ് തൻ്റെ റിസർച്ച് ജോബ് വേണ്ടെന്ന് വെക്കുന്നു. തൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് കടമായി കിട്ടിയ 2.5 മില്യൺ യുവാൻ, ഏകദേശം ഒരു 1.5 കോടി രൂപ വെച്ച് അവൻ തൻ്റെ സ്വപ്ന സംരംഭമായ ഒരു ബാറ്ററി കമ്പനി തുടങ്ങി. ഷെൻസൻ എന്ന സിറ്റിയിൽ 20 ജോലിക്കാരെ വെച്ച് നിക്കൽ കാഡ്മിയം ബാറ്ററി ആയിരുന്നു അവൻ നിർമ്മിച്ചിരുന്നത്. സോണി, സാംസങ് കമ്പനികളെ പോലെ വലിയ മെഷീനുകളോ ഓട്ടോമേഷനോ ഒന്നും അവൻ അവകാശപ്പെടാനില്ലായിരുന്നു. അവൻ തന്നെ ട്രെയിൻ ചെയ്ത 20 സ്കിൽഡ് വർക്കേഴ്സ് ആയിരുന്നു അവൻ്റെ കൈമുതൽ. അവരെ വെച്ച് അവൻ മാനുവലായി ബാറ്ററി അസംബിൾ ചെയ്യിച്ചു. 1996 ആയപ്പോഴേക്കും അവർ ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവൻ്റെ ബാറ്ററികൾ ക്വാളിറ്റി ഉള്ളതും ബാക്കി ജാപ്പനീസ് കമ്പനികളെക്കാൾ റിലയബിളുമായിരുന്നു. അക്കാലത്ത് ടെക് ഭീമന്മാരായിരുന്ന നോക്കിയയും മോട്ടറോളയും തങ്ങളുടെ ഫോണുകൾക്ക് വേണ്ടിയുള്ള റീചാർജബിൾ ബാറ്ററികൾക്കായി വാങ്ങിനെ സമീപിച്ചു. അങ്ങനെ 2000 മോട്ടറോളയുടെ ഫോണുകൾക്ക് ബാറ്ററി പ്രൊവൈഡറായി, 2002 നോക്കിയയുടെയും. പക്ഷേ ബാറ്ററി വിൽപ്പനയിൽ മാത്രം ഒതുങ്ങാൻ വാങ് തയ്യാറായിരുന്നില്ല. വളരെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വാങ് ബാങ്ക്രപ്റ്റ് ആയ ക്വിൻഷ്വാൻ ഓട്ടോ എന്ന കാർ കമ്പനി അക്വയർ ചെയ്തു. യാതൊരു റെപ്യൂട്ടേഷനും മാർക്കറ്റ് ഷെയറും ഇല്ലാത്ത ഒരു കമ്പനിയായിരുന്നു. അവരുടെ ഡിസൈൻസ് എല്ലാം തന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. പക്ഷേ ഒരു സാധാരണ കാർ നിർമ്മിക്കാനായിരുന്നില്ല വാങ്ങിന്റെ സ്വപ്നം. ബാറ്ററി എന്നത് കാറിലെ ഇലക്ട്രിക്കൽസ് മാത്രം പ്രവർത്തിക്കാനുള്ള വെറും ഒരു കോമ്പോണന്റ് ആയി മാത്രം കണ്ടിരുന്ന കാലത്ത് അവൻ സ്വപ്നം കണ്ടത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാറുകളായിരുന്നു. ആ കമ്പനി അവൻ വാങ്ങിയത് നിലവിലുള്ള കാറുകൾ മോഡിഫൈ ചെയ്യാനല്ലായിരുന്നു. തൻ്റെ ബാറ്ററി ടെക്നോളജിയിലുള്ള കഴിവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മികവും ഒപ്പം ടെക്നോളജിയും ഉപയോഗിച്ച് കാറുകളെ ഇലക്ട്രിഫൈ ചെയ്യുക എന്നതായിരുന്നു അവൻ്റെ ഡ്രീം. 2008 തൻ്റെ ആദ്യ മോഡലായ F3DM അവൻ ലോഞ്ച് ചെയ്തു. ആ വണ്ടി കണ്ടാൽ ടൊയോട്ട കൊറോള അതേപോലെ കോപ്പിയടിച്ച പോലെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ടെക്നോളജി പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയിൽ ആ കാറുകൾ 10 ലക്ഷം യൂണിറ്റുകളാണ് അവർ വിറ്റത്. 2008 ജനറൽ മോട്ടോഴ്സ് ഷവർലെ വോൾട്ട് എന്ന ഇലക്ട്രിക് കാർ ഇറക്കുന്നതിന് 2 വർഷം മുന്നേ ഡ്യുവൽ മോഡ് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് സിസ്റ്റമുള്ള ഇലക്ട്രിക് കാർ അയാൾ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സ്റ്റൈലിഷ് ആയ മോഡലുകളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അർഹിക്കുന്ന ഒരു പ്രാധാന്യം ആ കമ്പനിക്ക് ലഭിച്ചില്ല. പക്ഷെ അതൊന്നും വാങ്ങിന് പ്രശ്നമായിരുന്നില്ല. അവൻ പിന്നെയും തൻ്റെ ടെക്നോളജി വിപുലീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അതേ വർഷം 2008 വാങ്ങിന് ഒരു വലിയ അമേരിക്കൻ കമ്പനിയിൽ നിന്നും ഒരു ഭീമമായ തുക ഇൻവെസ്റ്റ്മെന്റ് ലഭിച്ചു. ബെർക്ക്ഷയർ ഹാത്വേ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. വാങ്ങിന്റെ കമ്പനിയുടെ 10% ഷെയറിന് ആ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ആയി നൽകിയത് $232 മില്യൺ ആയിരുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്തതോ സാക്ഷാൽ വാരൻ ബഫറ്റ്. വാരൻ ബഫറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് ആ കാറുകളിലോ കമ്പനിയിലോ ആയിരുന്നില്ല, ആ മനുഷ്യനിലായിരുന്നു. വാരൻ ബഫറ്റിനെ പോലും ഇൻവെസ്റ്റ് ചെയ്ത ആ മനുഷ്യനാണ് വാങ് ഷുവാൻഫു. അയാൾ തൻ്റെ സ്വപ്നമായ കമ്പനിക്കിട്ട പേരായിരുന്നു ബിൽഡ് യുവർ ഡ്രീംസ്, AKA BYD. ആ ഇൻവെസ്റ്റ്മെന്റ് വാൾ സ്ട്രീറ്റിനെ തന്നെ കുലുക്കി. ടെസ്ല ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്ന കാലത്ത്, EV കാറുകൾ ഒരു ജോക്ക് ആയിരുന്ന കാലത്ത് വാരൻ ബഫറ്റ് ഹാഡ് ജസ്റ്റ് ബെറ്റ് ഓൺ എ ചൈനീസ് അണ്ടർഡോഗ്. BYD ഇലക്ട്രിക് ബസ്സുകളിൽ തുടങ്ങി പിന്നീട് ടാക്സികൾ, ട്രക്കുകളൊക്കെ ഉണ്ടാക്കി ചൈനയിലും ലോകമെമ്പാടുമുള്ള തങ്ങളുടെ ചിറകുകൾ വിടർത്തി. അപ്പോഴൊന്നും ആ കമ്പനി ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം വാങ് മാർക്കറ്റിങ്ങിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ബോറിംഗ് ആയ തൻ്റെ കമ്പനി ലോഗോ പോലും മാറ്റാൻ അവൻ നിന്നില്ല. പകരം അവൻ ഇൻവെസ്റ്റ് ചെയ്തത് ടെക്നോളജിയിലാണ്. BYD ഫാക്ടറികളിൽ അവർ കാർ അസംബ്ലിംഗ് മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. ദേ വർ മേക്കിംഗ് എവറിത്തിങ്. ബാറ്ററീസ്, ഇലക്ട്രിക് മോട്ടോഴ്സ്, ചിപ്സ്, സെമി കണ്ടക്ടേഴ്സ്, കൺട്രോളേഴ്സ്. വേറെ ഒരു കമ്പനിക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത ലെവൽ ഓഫ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻസ്.
ടെസ്ലയ്ക്ക് പോലും ഇല്ലാത്ത ടെക്നോളജീസ്. 2020 കോവിഡ് കാലത്ത് മറ്റു കമ്പനികൾ സ്ട്രഗിൾ ചെയ്തപ്പോൾ BYD അവരുടെ ടെക്നോളജി തുണച്ചു. മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ തീപിടുത്തം ഒരു തുടർക്കഥയായപ്പോൾ അവർ തങ്ങളുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ ബ്ലേഡ് ബാറ്ററി പുറത്തിറക്കി. ഒരു ആണി തുളച്ച് കയറിയാൽ പോലും തീ പിടിക്കാത്ത സേഫറായ, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, ചീപ്പറായ ബാറ്ററി അവരുടെ കാറുകൾ അഫോർഡബിൾ ആക്കി. അവസാനം നമ്മളുടെ എലോൺ മസ്കിന് പോലും രക്ഷയുണ്ടായില്ല. തങ്ങളുടെ ബെർലിൻ മേഡായിട്ടുള്ള ടെസ്ല മോഡൽ വൈയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത് BYDയുടെ ബ്ലേഡ് ബാറ്ററീസ് ആണ്. 2022 ടെസ്ല ലോകമെമ്പാടും 1.31 മില്യൺ കാറുകൾ വിറ്റപ്പോൾ BYD അവരെ കടത്തിവെട്ടി വിറ്റത് 1.86 മില്യൺ പ്ലഗ്-ഇൻ ഇലക്ട്രിക് കാറുകളാണ്. 2023 3 മില്യൺ കാറുകളും 2024 4.27 മില്യൺ കാറുകളും BYD വിറ്റു. BYDയുടെ പ്രസൻസ് ഇന്ന് 70ഓളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ന് BYDയുടെ കാറുകൾ ഒരു അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കുന്നത്. യൂട്യൂബറായ ഐഷോ സ്പീഡ് പോലും തന്റെ ചൈനീസ് ട്രിപ്പിൽ ഈ കാറുകൾ കണ്ട് ഞെട്ടുകയുണ്ടായി. ഇന്ന് എലോൺ മസ്ക് പോലും ഈ കമ്പനിയെ അമേരിക്കൻ മാർക്കറ്റിൽ വരാതിരിക്കാനുള്ള കരുക്കൾ നീക്കുന്നു. കാരണം അവരെങ്ങാനും അമേരിക്കൻ മാർക്കറ്റിൽ വന്നാൽ ഇത് ടെസ്ലയ്ക്ക് കിട്ടുന്ന 8ന്റെ പണിയായിരിക്കുമെന്ന് പുള്ളിക്കറിയാം. അത്രയും ലുക്കും ഫീച്ചേഴ്സുമാണ് അഫോർഡബിൾ പ്രൈസിൽ BYD പ്രൊവൈഡ് ചെയ്യുന്നത്. BYD, cerrar todas las ventanas. ഇന്ന് BYDയുടെ പ്രസൻസ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഹ്യൂജ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ഈ കമ്പനിയെ പറ്റി സംസാരിക്കും. കാറുകൾ, ടാക്സികൾ, ബസ്സുകൾ, ട്രക്കുകൾ, ഫോർക്ക് ലിഫ്റ്റുകൾ, സ്പോർട്സ് കാറുകൾ, എന്തിന് സ്കൈ റെയിലുകൾ വരെ ഇന്ന് BYDക്ക് സ്വന്തമായുണ്ട്. ഒരു കാലത്ത് കാറുകൾ ഇലക്ട്രിഫൈ ചെയ്യുന്നത് സ്വപ്നമായി കണ്ട വാങ് ഇന്ന് സ്വപ്നം കാണുന്നത് നഗരങ്ങളെ ഇലക്ട്രിഫൈ ചെയ്യുന്നതായിരിക്കും. ദാരിദ്ര്യവും അനാഥത്വവും കവർന്നെടുത്ത ബാല്യത്തിൽ നിന്ന് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് എംപയർ നിർമ്മിച്ച വാങ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ. സ്വപ്നം കാണാനും ആ സ്വപ്നം പ്രാവർത്തികമാക്കാനും ഈ കഥ നിങ്ങളെ സഹായിക്കട്ടെ. ബിൽഡ് യുവർ ഡ്രീംസ് ലൈക്ക് വാങ് ഡിഡ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും മറ്റൊരു കഥയുമായി കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്.